അതിനെ ആക്രമിക്കാൻ ഭരണകക്ഷിക്കാർ വരിക. ഇത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു കാര്യമാണ്. ആ സംഘർഷത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പോലെ ആക്രമിക്കാൻ ശ്രമിച്ചു, പ്രിയങ്ക ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിന്റെ ഏറ്റവും സീനിയറുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ബഹുമാനിക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഖാർഗെജിയെ അവമാനിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാമായിട്ട് അവസാനം കേസ് വന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ. ഇതൊന്നും ഈ രാജ്യത്ത് വെച്ചു ഓർമ്മിക്കാൻ സാധ്യത. ഒന്ന്, കേവല ഭൂരിപക്ഷമില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ജനതാദൾ യുണൈറ്റഡിന്റെയും തെലുങ്ക് ദേശത്തിന്റെയും പിന്തുണ കൊണ്ട് മാത്രം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും താൻ മുമ്പുള്ള പോലെ 3-2 ഭൂരിപക്ഷത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒറ്റ കാര്യം പറയാനുള്ളൂ, അദ്ദേഹം മാപ്പ് പറയണം. അംബേദ്കറെ അവമാനിച്ചതിന് മാപ്പ് പറയണം. അമിത്ഷായെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്യാം. അദ്ദേഹം ക്യാബിനറ്റിലെ രണ്ടാമനാണെന്നാണല്ലോ. ആ രണ്ടാമനെ ക്യാബിനറ്റിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട്